ാകുന്ന ആ സംഭവം നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ വലൻ യുഅഖിറല്ലാഹു ഇദാ ജാഅ അജലുഹാ, അല്ലാഹു നിശ്ചയിച്ച സമയമെത്തിയാൽ ഇവിടെ നിങ്ങൾ വോട്ട് ചെയ്യുന്ന, നിങ്ങൾ കൊടിപിടിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനും ആ മരണത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ അലംഘനീയമായ തീരുമാനത്തിൽ നിന്ന് നിങ്ങളെ പിടിച്ചുകെട്ടാൻ, വേണ്ട മരണം വേണ്ട എന്ന് പറയാൻ ഒരൊറ്റ രാജാവും വളർന്നിട്ടില്ല, ഒരൊറ്റ പോലീസുകാരനും പെർമിറ്റില്ല. വാപ്പ മരണപ്പെട്ടു പോകുമ്പോ മക്കൾ വാപ്പയുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി വരുന്ന മലക്കുൽ മൗത്ത് അസ്രാഈലിനെ തടഞ്ഞു വെച്ചിട്ട് എന്റെ വാപ്പയെ കൊണ്ടുപോകാൻ പാടില്ലെന്ന് പറയാൻ ഒരൊറ്റ മക്കളും വളർന്നിട്ടില്ല. ഭർത്താവ് മരണപ്പെട്ടു പോകുമ്പോ ഭാര്യയ്ക്ക് പിടിച്ചു വെക്കാൻ കഴിയാത്ത പരമസത്യമാണല്ലോ മരണം. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ആ മരണത്തിനെ കുറിച്ചാണ് മക്കളെ നിങ്ങൾ ആലോചിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വലൻ യുഅഖിറല്ലാഹു അജലുഹാ വലൻ യുഅഖിറല്ലാഹു ഇദാ ജാഅ അജലുഹാ. അവന് നിശ്ചയിക്കപ്പെട്ട നിർണിതമായ അവസ്ഥ, അവന്റെ ഗ്യാരണ്ടി തീർന്നുപോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ നിമിഷം പോലും അവനെ പിന്തിക്കുകയില്ല. ഒരൊറ്റ നിമിഷം പോലും പിന്നീട് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് വെച്ചേക്കില്ല. ഇന്ന് പേപ്പർ വായിച്ച ആളുകൾക്കറിയാം, ഭാര്യയുടെ മുമ്പിൽ നിന്ന് ഭർത്താവ് കുഴഞ്ഞു വീണു. എത്ര? 45. ഉമ്മയുടെ ചെറുവിരലിൽ പിടിച്ചിട്ട് തുള്ളിച്ചാടി നടക്കുന്ന പൊന്നുമോൾ ഉമ്മയുടെ നഗ്ന നേത്രങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഓടിച്ചീറി വരുന്ന വാഹനത്തിന്റെ മുമ്പിലേക്ക് തുള്ളിച്ചാടിയതിന്റെ പേരിൽ മരണപ്പെട്ടുപോയി. നാം മനസ്സിലാക്കണം, മറന്നിട്ടില്ല. കോട്ടക്കൽ പ്രദേശത്ത് 5 വർഷം വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിലേക്ക് 1000 സ്വപ്നങ്ങളുമായി പ്ലെയിനിൽ പറന്നു വന്ന അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം വന്ന അതിന്റെ പിറ്റേ ദിവസം വീട്ടിലെ ഭക്ഷണാവശ്യത്തിന് വേണ്ടി മത്സ്യം വാങ്ങാൻ കോട്ടക്കൽ ടൗണിലേക്ക് വരുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ബൈക്ക് എടുത്തിട്ട് കോട്ടക്കൽ ടൗണിലേക്ക് മത്സ്യം വാങ്ങിക്കാൻ വേണ്ടി വരുന്ന അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഉമ്മയെ വിളിച്ചിട്ട് പറയുന്നു, ഉമ്മ, നമുക്കൊന്ന് കറിക്കുള്ള മത്സ്യത്തിന് വേണ്ടി പോകുകയാണ്, ഉടനടി ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് വാക്കും കൊടുത്തിട്ട് കോട്ടക്കൽ അങ്ങാടിയിലേക്ക് മത്സ്യത്തിന് പോകുന്ന ചെറുപ്പക്കാരൻ യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ പിന്നിൽ ചീറി വരുന്ന ടാങ്കർ ലോറി ഇടിച്ചിട്ട്, നമ്മൾ മനസ്സിലാക്കണം, ഹൈവേ റോട്ടിലെ ചെറുപ്പക്കാരൻ 5 വർഷത്തോളം അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും കുടുംബങ്ങളെയും വിട്ട് അന്യനാട്ടിൽ കുടുംബത്തിന്റെ പട്ടിണി അകറ്റാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോയി. ഒരുപാട് വിവാഹം പോലത്തെ ഒരുപാട് ആഗ്രഹങ്ങളുമായി നാട്ടിൽ തിരിച്ചെത്തിയ ആ ചെറുപ്പക്കാരൻ പിറ്റേ ദിവസത്തുള്ള ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മത്സ്യം വാങ്ങിക്കാൻ അങ്ങാടിയിൽ പോകുമ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ബൈക്കിന്റെ പിന്നിൽ ടാങ്കർ ലോറി ഇടിച്ചപ്പോ ആ ഹൈവേ റോട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ശരീരം തെറിച്ചു വീഴുകയാണ്. ടാങ്കർ ലോറിയുടെ ചക്രങ്ങൾക്കടിയിൽപ്പെട്ടിട്ട് നിലത്ത് കിടന്ന് നിരമ്പരിശായപ്പോ ആ ചെറുപ്പക്കാരന്റെ ദാരുണമായ അവസ്ഥ പത്രങ്ങളിൽ ഔട്ട് ചെയ്തപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും നെഞ്ചത്തിരിപ്പുണ്ടായില്ലേ? ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്താണുണ്ടായത്? റോട്ടിൽ അരഞ്ഞുകിടക്കുന്ന ചെറുപ്പക്കാരനെ വടിച്ചെടുക്കാൻ മാത്രം പാകപ്പെട്ട് കിടക്കുന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ തൊടാൻ നിയമം അനുവദിക്കാത്തതുകൊണ്ട് കാക്കകൾ ഓരോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നുള്ള പാർസുകൾ കൊത്തി ആകാശത്തേക്ക് പറന്നുയർന്ന രംഗം കണ്ടപ്പോ അവിടുത്തെ ചുറ്റുഭാഗത്തുള്ള അയൽവാസികൾ ഒരു പായ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഈ ചലനമറ്റ് കിടക്കുന്ന അരഞ്ഞുകിടക്കുന്ന ശരീരത്തിന് മുകളിൽ വിരിക്കുകയാണ്. മണിക്കൂറുകളോളം ഈ ഹൈവേ റോട്ടിൽ അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന സഹോദരൻ മാസങ്ങൾക്ക് ശേഷം മാതാപിതാക്കൾ കണ്ടുവച്ച സെലക്ട് ചെയ്തു വെച്ച പെൺകുട്ടിയെ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന ആഗ്രഹവുമായി ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ രാജ്യത്തുള്ള നിയമപാലകന്മാർ വന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ ശരീരം നടുറോട്ടിൽ നിന്ന് തുടച്ചെടുത്തതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. മാത്രമല്ല, യാത്ര ചെയ്യുന്നവർക്ക് മാത്രമല്ല ഈ ദാരുണമായ രംഗം വന്നുകൂടുന്നത്.
അതേപോലെ നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് കണ്ടു 5 പെൺകുട്ടികളുള്ള ഒരു പിതാവ്, മൂത്ത മകൾ വിവാഹപ്രായം കഴിഞ്ഞ് 27ഓളം വയസ്സായി. മൈസൂരുകാരനായ ഒരു ചെറുപ്പക്കാരൻ വിവാഹം ഉറപ്പിച്ചു. ആ പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ ആവശ്യാർത്ഥം ഈ വയസ്സനായ വൃദ്ധനായ മനുഷ്യൻ മുട്ടാത്ത വാതിലുകളില്ല, കയറിയിറങ്ങാത്ത പടികളില്ല, പള്ളികളില്ല, അങ്ങനെ പിരിവെടുത്ത് ശേഖരിച്ചു കൊണ്ടുവന്ന് ഈ പെൺകുട്ടിയുടെ വിവാഹം മംഗളമാക്കണം എന്ന ആഗ്രഹവുമായിട്ട് നാളെ നടക്കുന്ന തന്റെ പ്രായം ഏറിയ മകളുടെ വിവാഹം കൺകുളിർക്കയെന്ന് കണ്ടിട്ട് എന്റെ മുമ്പിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട മകള് അവളുടെ ഭർത്താവിന്റെ കൂടെ കയ്യും പിടിച്ചു പോകുന്നൊരു രംഗം മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പിതാവ് തലേ ദിവസം മകളുടെ കയ്യും പിടിച്ചിട്ടതാ